JMJ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാങ്ങ ഒഴിച്ചുകറി തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറിയാണ് മാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന കറി. ഈ മാങ്ങാക്കറിയുടെ പ്രത്യേകത ചെറിയ മഞ്ഞ കളറ് കയറി പഴുക്കാനായിട്ട് തുടങ്ങിയ മാങ്ങയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അധികം പുളിയില്ല, എന്നാൽ മധുരവും ഇല്ല. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെയുള്ള മാങ്ങ കൊണ്ട് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പോൾ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മാങ്ങ കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂവാണ്ടൻ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 6 എണ്ണം ഞാനെടുത്ത് ഇങ്ങനെ കീറി ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിനെ അരച്ച് ചേർക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് സാധാ പച്ചമുളക് ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ ഈ ഒരു മോഡല് പച്ചമുളകായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമില്ല, ഇല്ലെങ്കിൽ സാധാ പച്ചമുളകായാലും മതി. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജീരകവും തേങ്ങയും മുളകും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതൊരു മൺപാത്രത്തിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലായാലും മതി. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതുപോലൊരു മൺപാത്രത്തിലാണ്. നമുക്ക് മൺപാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, സവോള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഞാൻ കുറച്ച് കഴിഞ്ഞാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ചേർക്കാം. നമുക്ക് മാങ്ങയ്ക്കുള്ള ഉപ്പ് വേണം, അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി, നമ്മൾ ചള്ളാസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി ഒന്ന് ഞരടി എടുക്കാൻ, അതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തിരുമ്മിയെടുക്കാം. ഈ ഉള്ളിയുടെ നീരൊക്കെ ഒന്ന് പുറത്ത് വരണം. നമ്മൾ ഉള്ളി വേറെ വഴറ്റുന്നില്ല, അപ്പോൾ അധികം എണ്ണ ചേർക്കാതെയാണ് നമ്മളിത് കറി വെക്കുന്നത്. ഇങ്ങനെ കറി വെക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. മാങ്ങയുടെ കൂട്ടത്തിൽ കറിവേപ്പില, ഉള്ളി, ഇഞ്ചിയൊക്കെ നല്ല കോമ്പിനേഷനാണ് അല്ലേ. ഇപ്പം ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഞാൻ നിറച്ചെടുത്തിട്ടില്ല, കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. മല്ലിപ്പൊടി 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞളും കൂടെ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഈ ഉള്ളിയായിട്ട് മുളകും മല്ലിയെല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി മാങ്ങായും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ അരപ്പൊക്കെ ഇതിലൊന്ന് പിടിക്കണ്ടേ. ഇത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് ഇതിന് വേഗം തന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഈ മാങ്ങ വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചതോടെ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം. മാങ്ങയ്ക്ക് അധികം വേവില്ല, മാങ്ങ പെട്ടെന്ന് വേകും. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അപ്പോഴത്തേക്കും മാങ്ങ വെന്ത് കിട്ടും. തേങ്ങയും പെരിഞ്ചീരകവും പച്ചമുളകും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ മാത്രം ഒന്ന് തിളച്ച് വന്നാൽ മതി. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ കൊഴുപ്പ് കുറയും. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ തേങ്ങ ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ നമ്മളിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. മൺപാത്രമാണ്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഒന്നുകൂടെ തിളയ്ക്കും. അപ്പോൾ ആ ചൂടിൽ ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒന്ന് വാടി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിതിനെ കടുക് താളിക്കുന്നില്ല, ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പം കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നതേ ഉള്ളൂ. ചോറിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഒഴിച്ചുകറിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എത്ര ഫാസ്റ്റായിട്ട് ഈ കറി തയ്യാറാക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ മാങ്ങ കറി വെച്ച് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.